വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജീര റൈസ് എങ്ങനെ ഉണ്ടാക്കും നോക്കിയാലോ? വെൽക്കം ബാക്ക് ഡിയേഴ്സ്. ഞാനിവിടെ ബസ്മതി റൈസ് വെച്ചിട്ടാണ് ഈ ജീര റൈസ് ഉണ്ടാക്കുന്നത്. ഇവിടെ 2 കപ്പ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം അരമണിക്കൂറെങ്കിലും കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കുതിരാനായിട്ടൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു പാനിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് ചൂടാക്കാനായിട്ട് വെക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ഒപ്പം തന്നെ 2 ടീസ്പൂൺ ഓയിൽ, ഇത്രയും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ കുതിർത്തി വെച്ചിട്ടുള്ള അരി ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത്. റൈസ് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ അരിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കണം. ഇതൊരു അരിപ്പയിലേക്ക് മാറ്റിയതിന് ശേഷം അതിൻ്റെ മീതെ കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ച് ഒന്ന് കഴുകിയെടുക്കണം. ഈ ചോറ് തമ്മിൽ തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിതുപോലെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഒരു പാനിലേക്ക് 2 മുതൽ 3 ടീസ്പൂൺ വരെ നെയ്യ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓയിലായാലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിലേക്ക് നമുക്ക് 2.5 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. സാദാ ജീരകമാണ് എടുക്കേണ്ടത്. അത് നമുക്ക് ചെറുതീയിൽ വെച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഈ ജീരകം ഒന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള ബസ്മതി റൈസ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ റൈസും അതുപോലെ ജീരകവും നെയ്യും എല്ലാം കൂടി ഒന്ന് കമ്പൈനായി കിട്ടണം. നമ്മൾ ചെറുതായിട്ട് മാത്രമേ മിക്സ് ചെയ്യാൻ പാടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഈ ചോറൊക്കെ വെന്ത് ഉടഞ്ഞു പോകാനൊക്കെ ചാൻസ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മളൊന്ന് മിക്സ് ചെയ്യാനായിട്ട്. ടേസ്റ്റ് ഒന്ന് നോക്കുക. ഉപ്പ് ഇനി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം. അതുപോലെ പൊടിയായിട്ട് അരിഞ്ഞ മല്ലിയില നമുക്ക് കുറച്ച് ഇതിൻ്റെ മീതെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇത്ര ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള, എന്നാൽ നല്ല ഈസി ആയിട്ട് സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ജീര റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഫ്ലഫി ആയിട്ട് തമ്മിൽ തമ്മിൽ ഒട്ടാതെയുള്ള റൈസാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. നല്ല ടേസ്റ്റാണ് ഈ ഒരു ജീര റൈസ്. ഒന്നുകിൽ ദാൽ ഫ്രൈ, അല്ലാന്നുണ്ടെങ്കിൽ ഏതൊരു കറി, നോൺ വെജ് ആയിക്കോട്ടെ വെജ് ആയിക്കോട്ടെ, നല്ല സ്പൈസി ആയിട്ടുള്ള ഗ്രേവിയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിഷാണ്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കിനെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ.